ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണു. ഇവിടെയും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകണം. അപ്പം ഞാൻ ഇപ്പോൾ കേരളത്തിൽ നടന്നിരിക്കുന്ന ഓരോ സംഭവങ്ങളൊന്നും ആലോചിച്ച് നോക്കൂല്ലേ. ഞാൻ എടുത്ത് പറയാം, നമ്മളിപ്പോൾ പെൺകുട്ടികളാണ്, കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ്, കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയവരൊക്കെയാണ്, പിന്നെ കല്യാണം കഴിഞ്ഞ് തുടക്കക്കാരും ആയവരൊക്കെ ഉണ്ടാവും. നമ്മൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക, ഇത് കല്യാണം കഴിഞ്ഞവർ മാത്രം, ഇത് അനുഭവിച്ചുള്ളവർ മാത്രം ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയട്ടോ. കാരണം ഒരു സർവേ പോലെയാണ്. കാരണം നമ്മൾ വീഡിയോ എത്രത്തോളം ആൾക്കാർ കാണുന്നുണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ കയറി ചെന്ന് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണവരുണ്ട്. 100% ആൾക്കാർ ഹാപ്പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 100% ആൾക്കാർ ഹാപ്പി അല്ലാത്തവരുണ്ട് അല്ലേ. 100% ഇപ്പോൾ ലോകത്തുള്ളത്. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പഴയ തലമുറക്കാർക്ക് ആ പണ്ടത്തെ രീതി ഇപ്പോഴും മാറ്റാൻ പറ്റാത്ത പല ആൾക്കാരും ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറി വരുന്ന കുട്ടീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പിന്നീട് വരിക, അത് അവരുടേതായ തോന്നലിലൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ആ കുട്ടീനോട് നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ നമ്മളെങ്ങനെ പെരുമാറുക, ആ രീതിയിലുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ ആയിട്ടുകൊണ്ടിരിക്കുന്ന വീടുകളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ സുഹൃത്തുക്കൾക്കും ഒരുപാട് ആൾക്കാർക്കുള്ള അനുഭവം നമ്മളോട് ഷെയർ ചെയ്തൊരു കാര്യം കൂടിയാണ് കേട്ടോ ഇങ്ങനെ സംഭവം ഉള്ളത്. എനിക്കൊരിക്കലും എൻ്റെ അമ്മേനെ പോലെ കാണാൻ കഴിയുന്നില്ല അമ്മായിയമ്മേനെ. പിന്നെ ഭർത്താക്കന്മാരിൽ നിന്ന് തന്നെ ഒരു റെസ്പെക്റ്റോ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു സൗഹൃദം പോലെയുള്ള ഇല്ലായ്മകളുള്ള ആളുകളൊക്കെ ഉണ്ട്. 100% ആൾക്കാർ നല്ലതുണ്ട് ചീത്തതുണ്ട് നമുക്ക് പറയാം. രണ്ടും 100% തന്നെ ആക്കണം കേരളത്തിൽ. ഇപ്പോൾ ഒരുപാട് ആത്മഹത്യകൾ വരുന്നുണ്ട് അല്ലേ, കുട്ടികൾ ആത്മഹത്യ. കാരണം ചെറിയ കാര്യമില്ല, വലിയ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളെ വീട്ടിലത് നമ്മൾ വന്ന് പറയുകയാണെങ്കിൽ പോലും അത് സാരമില്ല, അത് പോട്ടെ, അങ്ങനെ വിട്ട് അങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടീനെ വീണ്ടും അങ്ങോട്ട് പറഞ്ഞയക്കുക വരുമ്പോഴും വീണ്ടും ആ കുട്ടിക്ക് വീണ്ടും ഇതേ ഒരു സംഭവം തന്നെ ആ വീട്ടിൽ വീണ്ടും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന, വീണ്ടും അത് സങ്കടപ്പെട്ടിരിക്കുന്ന ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം. ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറയുകയാണെങ്കിൽ എനിക്കതൊരു അനുഭവമാണ്. കാരണം നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഒരു പേപ്പറും കഷ്ണം നല്ലൊരു വലിയൊരു പേപ്പറിന് നല്ലൊരു ശുദ്ധമായ ഒരു പേപ്പറിനെ മടക്കി കൂട്ടി ചുരുക്കിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തിയിട്ട് പിന്നെ നേരേതാക്കിയിട്ടൊന്നും കാര്യമില്ല. പറഞ്ഞ വാക്കുകളൊക്കെ നമ്മളെ മനസ്സിലെപ്പോഴും ഉൾക്കൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സിൽ എന്നെ കൊണ്ടെടുക്കുന്ന ആളാണ്. തക്കതായ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് എൻ്റെ ഭാഗത്തുള്ള ശരിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാനവിടെ പ്രതികരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പ്രതികരിക്കാൻ കഴിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ഈ ലോകത്ത്, ഈ ഒരു കേരളത്തിൽ തന്നെ പറയാം. ഒട്ടുമിക്ക കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്കൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള ജീവിതം ഉണ്ടാവില്ല അല്ലേ. ജീവിതത്തിൽ സന്തോഷിക്കേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണങ്ങൾ ഉള്ള ലൈഫാവണം, അപ്പോൾ നമുക്ക് സന്തോഷിക്കാം. പക്ഷേങ്കിൽ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് അമ്മമാരോട് അച്ഛന്മാരോടൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബന്ധത്തിലേക്ക് അവർ പോകാനുള്ള ഇടവരുത്തുക. പിന്നെ പിന്നീട് വരുമ്പോൾ തന്നെ പറയുക, നിങ്ങളെ വീടിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ളൊരു കുട്ടീനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ വിവാഹത്തിലേക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ മാത്രം ഞങ്ങൾ കുട്ടീനെ പറഞ്ഞേക്കുള്ളൂ. അല്ലാതെ പിന്നീട് എൻ്റെ മക്കൾ ഇവിടെ വന്നിട്ട് കരയാനോ ദുഃഖിക്കാനോ ഇടവരുത്തരുത്. ആ ഒരു അവസരമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിവാഹത്തിനോട് നമുക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെ നമ്മൾ പറഞ്ഞ് ആദ്യം ഒക്കെ റെഡിയാക്കിയിട്ടേ ഒരു പെൺകുട്ടീനെ ഒരു വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. കാരണം ആ കുട്ടി സങ്കല്പിക്കുമ്പോൾ എൻ്റെ വീട് പോലെയാണല്ലോ ആ വീടെന്ന് സങ്കല്പിക്കുന്നവരുണ്ടാവും പല ആളുകളും. എത്രയോ ആളുകൾ ഒരുപാട് പീഡനങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ. കാരണം പ്രായമാകുമ്പോൾ പിന്നെ വയസ്സായി ആ ഒരു അമ്മായിമ്മയ്ക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുക അങ്ങനത്തെ ടീമുണ്ടാവും. പിന്നെ അത്രത്തോളം സഹിച്ചു, അത്രയും കാലം സഹിച്ചു, പിന്നെ കാലശേഷം പിന്നെ അങ്ങനെയല്ലേ, പിന്നെ ഒന്നിനും പറ്റില്ലെങ്കിൽ പിന്നെ ഒരു ഹാപ്പി ആയിട്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോയവരും അനുഭവിച്ചവരും ദുഃഖപ്പെട്ടവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിൽ തന്നെ പല ആൾക്കാർക്കും ഉണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം ഒരിക്കലും നമ്മുടെ ഒരു വീട് പോലെ ആവില്ല നമ്മൾ വിവാഹം ചെയ്ത് വെച്ച വീട് എന്നത്. ലോകം അല്ലെങ്കിൽ കേരളം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളും പല പ്രശ്നങ്ങളും ഇതാ പെൺകുട്ടികൾ ഇവിടെ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. ഇപ്പം അടുത്ത് തന്നെ ഒരുപാട് ആത്മഹത്യകൾ വന്നിട്ടുണ്ട്. നിറത്തിൻ്റെ പേരിലും ജോലിയുടെ പേരിലും അത്ര നമ്മുടെ ബോഡി ഷെയിം ഇതാക്കിയെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ആ കുട്ടീനെ പ്രലോഭിപ്പിച്ച് മരണത്തേക്ക് നയിച്ച ഒരുപാട് ആളുകളുണ്ട്.
ഇവരൊന്നും ചിന്തിക്കുന്നില്ല. ആ ഒരു കുട്ടി വേറെ വീട്ടിൽ നിന്ന് വന്നതാണ്, നമ്മളാണ് ആ കുട്ടീനെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മളെ ഒരു ഇതിലേക്ക് വന്നതല്ലേ, നല്ല രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കണമെന്ന് ചിന്തിക്കാത്ത എത്രയോ ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അങ്ങനെയുള്ള വീടുകളിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുക. എനിക്ക് ആകെ ഒറ്റൊരു കാര്യം പറഞ്ഞോളൂ, നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നിടത്തോളം നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. പെൺകുട്ടികൾ പ്രത്യേകിച്ച് ആദ്യം പഠിക്കേണ്ടത് ഒരു കൗൺസിലിംഗ്, അല്ലെങ്കിൽ ഗവൺമെൻറ് കൊണ്ടുവരേണ്ട ഒരു നിയമം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയില്ല. പക്ഷേങ്കിൽ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനൊരു സംഭവങ്ങൾ നടക്കുന്നു ഈ ലോകത്ത്? എത്രയോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും നമ്മൾ പറഞ്ഞിട്ടും ഇതാക്കിയിട്ടും ന്യൂസിലൊക്കെ തുറന്നൊന്നും ആലോചിച്ച് നോക്കും. ഇന്നലെ ഇങ്ങനെ നാളത്തെ എന്നത്തെ എടുത്തു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പെൺകുട്ടി മരിക്കാത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നം കൊണ്ട് ഇതാവാത്തത് ഇത് കാണില്ല. ഒക്കെ ഇങ്ങനെ തന്നെ ഓരോ പ്രശ്നങ്ങൾ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. നമ്മളെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി ആരെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യം, നമ്മളൊരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരാളെ കല്യാണം കഴിച്ച് നമ്മൾ വീട്ടുകാരെ സംബന്ധിച്ചുള്ള കല്യാണമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ വീട്ടുകാരോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ആക്കണം. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഇപ്പം സുപ്രഭാതത്തിൽ ഓരോ പോയി പിന്നെയൊക്കെ ഉള്ളത് നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. കാരണം അങ്ങനെ അനുഭവിക്കേണ്ട മാത്രമല്ല, അവിടെ നമ്മൾ പിടിച്ചു നിന്ന് പ്രതികരിക്കുക. അല്ലാതെ ഓരോരുത്തരെ അട്ടും തുപ്പും കേട്ടൊക്കെ സഹിച്ചാണ്ട് പണ്ടത്തെ ആൾക്കാരെ പോലെ അടിമകളായിട്ട് നിൽക്കാൻ ഒരാളും പുറപ്പെടരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം കേട്ടോ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പ്രതികരിക്കാനുള്ള ശേഷി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ തെറ്റുണ്ടെങ്കിൽ നമ്മൾ അവിടെ അംഗീകരിച്ച് കൊടുക്കുക, അല്ലാതെ അവരെ ഭാഗത്ത് നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് മറ്റുള്ള നമ്മളെ ഭാഗത്ത് തെറ്റ് അംഗീകരിപ്പിക്കാൻ നോക്കിയാൽ അവിടെ നമ്മൾ വിട്ടുകൊടുക്കാനേ പാടില്ല നമ്മുടെ ജീവിതത്തിൽ. പിന്നെ ഒക്കെ ശരിയാവും, നാളെ ശരിയാവും, മറ്റൊന്ന് ശരിയാവും എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ വെറുതെയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞാൽ നമ്മൾ ശരിയാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ശരിയാക്കണം. അത് പിന്നീടിക്കത് അതൊക്കെ പോട്ടെ, അതൊക്കെ ശരിയാവും, അതൊക്കെ ഭാവിയിൽ ശരിയാവും, നന്നാവും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വെറുതെയാണ്. അത് ആ ഒരു തുടക്കത്തിൽ തന്നെ നമ്മൾ നന്നാക്കി എടുത്താൽ തന്നെ നമ്മളെ ജീവിതത്തിൽ ഒരു മുന്നോട്ട് പോകാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ. അല്ലാതെ പിന്നീട് കുറച്ചും കൂടി കഴിയുമ്പോൾ ആ കുട്ടീനെ അങ്ങോട്ട് തള്ളി വിട്ട് കഴിഞ്ഞിട്ട് അത് ശരിയായിക്കോളൂ, അത് പിന്നീട് ശരിയായിക്കോളൂ, അതൊക്കെ ശരിയാവാൻ പോവുമല്ലോ, ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കി വിടേണ്ടരുത്. ഉള്ളത് ആ സ്പോട്ടിൽ ക്ലിയർ ആക്കിയിട്ട് വേണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് പരിഹാരങ്ങൾ കണ്ടെത്താൻ. അല്ലാതെ ഒക്കെ പിന്നീടേക്ക് ആകാം, അതൊക്കെ ശരിയാവുമല്ലോ, നമ്മളെ ശരിയാക്കാമല്ലോ എന്നൊക്കെ കഴിഞ്ഞ് വിചാരിച്ചെന്നാൽ അതൊക്കെ വെറുതെ കേട്ടോ. ലോകത്തിലെ എവിടെയും അങ്ങനെ നടന്നൊരു ചരിത്രമില്ല. കാരണം അങ്ങനെ ഇല്ലാത്തടത്താണ് ഓരോ കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. എനിക്കെൻ്റെ വീട്ടുകാർ പോലും ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മക്കളെ കൂടെ നിന്ന് പ്രതികരിക്കാനും ഒക്കെ പഠിക്കുക. പ്രതികരിക്കുക തന്നെ വേണം. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ അവരോട് പ്രതികരിക്കാനുള്ള ശേഷി അവർക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. പ്രതികരിക്കേണ്ടടുത്ത് മക്കളെ പ്രതികരിക്കുക. ആത്മഹത്യയിലേക്കൊന്നും ആരും പോയി പെടാതിരിക്കുക. ഓക്കെ, അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.